അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹില കൈക്കോട്ട് കൊണ്ട് അവിടമാകെ ഉഴുന്നു മറിച്ചു. പലയിടത്തും കൊത്തി നോക്കി. ഇന്റെ റബ്ബേ, ഇത് എവിടെയാണ് ഞാൻ കുഴിച്ചിട്ടത്? എനിക്ക് ഓർമ്മ കിട്ടണില്ലല്ലോ. ഓ എൻ്റെ റബ്ബേ. അവൾ ഒരുപാട് സമയമായി കൈക്കോട്ട് പണി തുടങ്ങിയിട്ട്. റായില, ഉമ്മ വിളി തുടങ്ങി. എൻ്റെ റബ്ബേ, ഈ തള്ളന് തൊള്ളിയിൽ അതേ തിരികെ വെക്കേണ്ടി വരും. ഇവിടെയാണാവോ മണ്ണ് കൂടുതലെടുത്ത അടയാളൊക്കെ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇവിടെ ആണാവോ? അവൾ വീണ്ടും കൈക്കോട്ടെടുത്ത് അവിടെ മാകെ നോക്കിപ്പോയി. അടയാളം വെച്ചില്ല ഞാൻ. ഒരു പ്രാവശ്യം ആദ്യം കുഴിച്ചിട്ട സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. ആ ആദ്യം കൂടെ അടിയിലായിരുന്നു. ഇപ്പം ഇത് നിരന്ന് കിടക്കണ മണ്ണല്ല എൻ്റെ പൊന്നാരെ. എന്താ ഞാൻ ചെയ്യാ? റബ്ബേ, എത്രങ്ങാനും മുതലിൻ്റെ ഒരു സ്വർണ്ണം ഉണ്ട് അതിൻ്റെ ചോട്ട്. വല്ലാത്തൊരു പുതുമ. ഇനിയിപ്പോൾ ഭൂതങ്ങളെങ്ങനെ ഒളിപ്പിച്ചു വെച്ചോ അതും പറയാൻ പറ്റില്ല. പണ്ടൊക്കെ പറഞ്ഞു കേൾക്കാലോ, പൊന്ന് കാക്കണ ഭൂതെന്നോ നിധി കാക്കണ ഭൂതം എന്നൊക്കെ പറഞ്ഞു കേൾക്കാലോ കഥയിലൊക്കെ. റാഹില ഇവിടെ എന്ത് നേരം പോലത്തേക്ക് അവിടെ പോയി നിൽക്കണ്? ഉമ്മ ദേഷ്യത്തോടെയാണ് വിളിക്കുന്നത്. റായില, ഇവിടെ വന്ന എന്തേ ഒന്ന് കടി ഉണ്ടാക്കി കൂട്ടാ. എനിക്ക് ഇവിടെ നീച്ചാൻ വയ്ക്കണില്ല. നാസറും ഇപ്പം നീച്ചും. എന്ന് പോലെ ഹോട്ടലത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? അരിയും പൊടിയൊക്കെ ഇവിടെ ഉണ്ട്. ഇതെന്താ മുറ്റത്ത് നേരം എനിക്ക് പണി കുറേ നേരമല്ലേ ഇത് തുടങ്ങിയിട്ട്? റബ്ബേ, ഒരു സ്വസ്ഥതയും സമാധാനം തരൂല. അവൾ ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് വന്നു. എടി, കടി എന്തേ പോയി ഉണ്ടാക്കിക്ക. എന്നെ കൂടെ നീച്ചാൻ പോയിക്കാരാണ്. പനിച്ച് കെടുക്കാണ് ഞാൻ. എന്നും ആ ചക്കര അങ്ങനെ പറഞ്ഞേക്കാൻ പറ്റും? ഒരു ദിവസമെങ്കിലും പെരിയും തിന്നണ്ടേ? എനിക്ക് നിങ്ങളെ കടി ഉണ്ടാക്കി ശീലമായിട്ടൊന്നുമില്ല. എൻ്റെ പൊന്നാര പെണ്ണെ, ജടങ്ങാറുണ്ടാക്കല്ലേ. ആ സമീറാൻ എല്ലാവരും കൂടെ എൻ്റെ ആട്ടി വിട്ടൊക്കെയായിരുന്നു. നിങ്ങൾ ആ സമീറാനെ വർത്താനം ഇവിടെ പറയണ്ട. എന്തായിപ്പോ? ഓള് പോയതോടുകൂടി എൻ്റെ സുഖം കഴിഞ്ഞു. എനിക്ക് ഇവിടുന്ന് സ്വസ്ഥമായി കിടക്കാനും ഇരിക്കാനും പറ്റാതായി. നിങ്ങൾ മക്കളൊക്കെ കണക്കന്നെ. 3 ആളുണ്ടല്ലോ എനിക്ക്. ഷെറീന, ഓളെപ്പോഴെങ്കിലും ഒന്ന് വന്നു കണ്ട് പോവും. അല്ലാതെ എൻ്റെ അടുത്തൊക്കെ ഒന്ന് വരികയോ ഒന്ന് വർത്താനം പറയാൻ ഇരിക്കുകയോ ചെയ്യൂല. ഇജ അതിലേറെ കട്ടു. എത്ര ദിവസമായി ചായം കടി? ഓള് പോയിൻ്റെ ശേഷം ഇവിടെ മര്യാദക്ക് ചായം കടി ഉണ്ടാക്കിക്കണ. മറ്റേത് ഓള് നേച്ച് വരുമ്പോഴത്തേക്ക് ചായയും കടിയും കറിയും ഒക്കെ റെഡിയാക്കി ടേബിൾ അങ്ങനെ വെച്ചാൽ നിങ്ങൾ ഉരുട്ടി മുണങ്ങാൻ നിങ്ങൾ ഉഷാറായിക്കാരല്ലോ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ആ ഒരു ചിന്തയില്ല. വേഗം പോയി ചായം കടി ഉണ്ടാക്കിക്ക, ഉമ്മ കൽപ്പിച്ചു. നിങ്ങളെ മരോളാണ്ട് കൊടുന്നോളി ഇങ്ങട്ടന്നെ, അതായിരിക്കും നല്ലത്. ആ, നിങ്ങളെല്ലാവരും ആട്ടി വിട്ട മരോളാണ്ട് കയറി വരില്ല. എത്ര വിളിപ്പില്ല എന്ന് ഓൾക്കില്ല. എന്നാലേ നാസറിനോട് വേറെ പെണ്ണിട്ടാൻ പറയും. അല്ല, എന്നെ കൊണ്ട് കഴിയൂല ഇവിടുത്തെ പണിന്ന് എടുക്കാൻ. റാഹിലയുടെ നാവിൻ്റെ നീളം വീണ്ടും കൂടിയിരിക്കുന്നു. റാഹില, എൻ്റെ നാവ് ഒതുക്കി വെക്ക്. എന്നാലേ എനിക്കൊരു ഇതുണ്ടാവുള്ളൂ. പിന്നെ നാസറിനോട് പെണ്ണ് കെട്ടണം കെട്ടാത്ത ഓനോ എൻ്റെ ഇഷ്ടം പോലെ കാട്ടിക്കോളും. നല്ലൊരു പെണ്ണുണ്ടേനല്ലോ, കുറച്ച് തടി ഉണ്ടേനു, അത് ശരി തന്നെ. കുട്ടികളും ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി ചികിത്സ നടത്തിയെങ്കിലല്ലേ കുട്ടികളില്ലാത്തതുണ്ടാവുമെങ്കിൽ അറിയുള്ളൂ. അതിനൊന്നും നിന്നില്ല. തടിൻ്റെ പേരിൽ അതിനെല്ലാവരും കൂടി ഇട്ടങ്ങടി ഇടങ്ങാറാക്കി. എന്നാലും അതുള്ള പണിയൊക്കെ കഴിച്ചേനു. വല്ലാത്തൊരു വേദനയായിപ്പോയി. പഠിച്ചവനായിട്ട് എനിക്ക് തന്ന ശിക്ഷ തന്നെയാണ് ഇത്. എന്തെങ്ങൾക്ക് വേണ്ടിയത്? കടി എന്തെങ്കിലും കണ്ട് ദോശ കണ്ട് ചുട്ടുവിടും. ഈ വിറകടുപ്പ് കത്തിച്ചണം എനിക്ക് ഇഷ്ടമല്ല. അല്ല റായില, എനിക്ക് ഓർമ്മയില്ലേ ഓള് എൻ്റെ നാത്തൂന് ഗ്യാസുമ്മ പണിയെടുക്കുമ്പോൾ അടുപ്പത്ത് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസ് ഓഫാക്കി തിരിച്ചല്ലേ. ചായൻ്റെ ഒന്ന് വെച്ചപ്പോത്തിന് ഗ്യാസ് ഓഫാക്കി. ദോശ ഗ്യാസുമ്മൊക്കെ ഒന്ന് വെച്ചപ്പോൾ ഇത്രങ്ങാനും ഗ്യാസ് വേണമെന്ന് പറഞ്ഞിട്ട് അത് അയിമക്ക് ബാക്കി ഒക്കെ എനിക്ക് ഓർമ്മ ഉള്ളതല്ലേ. ഇപ്പം എന്താ എനിക്ക് പറ്റൂലേ? ഞാനൊരിക്കലും അവളെപ്പോലല്ല. സമീറാനെ പോലെ അത്ര പാവപ്പെട്ട ആളല്ല ഞാൻ കുറച്ച് സ്വത്തും സമ്പത്തൊക്കെ ഉള്ള ആളാണ്. പിന്നെ എനിക്കിങ്ങോട്ട് സ്വത്തും സമ്പത്തും അല്ലേ. എന്ത് സ്വത്തും സമ്പത്തും എനിക്കുള്ളത്? ഈ ഒരു പെരയും കൂടിയോ? ഇത് എനിക്ക് ഒരിക്കലും ഒറ്റക്കുള്ളതും അല്ല, 3 മക്കൾക്കും കൂടി ഉള്ളതാണ്. നിങ്ങൾ ഈ ചെറ്റ കുടിലിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ നല്ല മുതലാളിച്ച തന്നെയാണ്. ആരെന്ത് പറഞ്ഞാലും വേണ്ടിയില്ല. പൂതിലൊക്കെ പറഞ്ഞോ. ആദ്യത്തെ പുതിയാപ്പള്ളിൻ്റെ അടുത്ത് അവിടെ ഒന്നും നിൽക്കുകയാണെങ്കിൽ എത്ര നല്ല മട്ടുണ്ടേനു. അങ്ങനെ ആവൂല അറിഞ്ഞു കണ്ടതാ. ഏതായാലും അതിൻ്റെ ഇടയിൽ കൂടെ ഓൻ കെട്ടാൾ കെട്ടുകയും ചെയ്തില്ല. എന്നെ വേണ്ടിയത് ഇങ്ങനെയുള്ളവർക്ക്. എന്നാൽ പെട്ടെന്ന് അതാ റാഹിലയുടെ മകൾ ഉമ്മയുടെ അരികിലേക്ക് വന്നു. ഉമ്മമ്മ, അത് സമീറമ്മായി ഇനി തിരിച്ചു വരൂലേ? അറിയില്ല മോളെ, എല്ലാവരും കൂടി ആണ്ട് ആട്ടി വിട്ടതല്ല ഇതിനെ. ഉമ്മമ്മ, പാവായിരുന്നില്ലേ സമീറമ്മായി? ഉണ്ടാവുമ്പോൾ നല്ല സുഖമായിരുന്നു. എനിക്ക് രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോൾ ചായയും കടിയൊക്കെ തരുമായിരുന്നു. ഇപ്പം ഇന്ന് ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചാൽ പോവാറുള്ളത്. ചിലപ്പോൾ അതും ഉണ്ടാവില്ല, കട്ടൻ ചായ. മോളെ സാരല്ല, വന്നോളും. എന്താ ഇപ്പം ചെയ്യുക, പെരക്കാർക്ക് അഹങ്കാരം. ഉമ്മമ്മ, നിങ്ങളും പറഞ്ഞില്ലേനോ
സമീർ താത്താനെ പലതും പാവാണ് സമീർ താത്ത. മോളെ സമീർ താത്തല്ല അമ്മായി. ആ അമ്മായി. ഞാനും പറയാനൊക്കെ പറഞ്ഞേക്കണം, നല്ലോ കടുപ്പം കാട്ടും ചെയ്തേക്കണം. എന്താ അറിയില്ല, പോയതിൻ്റെ ശേഷമാണ് ഇടങ്ങാറ്. നല്ലെന്ന് വെച്ചാൽ നല്ല ഓരോന്ന് പറഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടും പലത് ഞാൻ കാട്ടിക്കണം. ഇപ്പോൾ പോയപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങോട്ട് വേദനിച്ചു. ഒരു തുള്ളി വെള്ളം തരാൻ ഇവിടെ ഒരാളില്ല, ഒക്കെ ബിസിയാണ്, തിരക്കാണ്. ആയിക്കോട്ടെ. റായിലാനോട് ഇപ്പോൾ 2 അപ്പം ചുട്ട് വിടാൻ പറഞ്ഞേക്കണ് വരാൻ. ഇതൊക്കെ കാട്ടണാവും. അവളതാ ദോശ ചുടുന്നു ദേഷ്യത്തോടെ. എൻ്റെ പൊന്നാരമ്മ, ഈ ചട്ടിയും ദോശ കിട്ടുന്നില്ല. എങ്ങനെ ഓളിതിൽ ചുട്ടുണ്ടാക്കിയത്? കുറച്ച് ക്ഷമ വേണം, കുറഞ്ഞ തീ കത്താൻ പാടുള്ളൂ. പിന്നെ ഒന്നായിട്ട് ആ ഇരുമ്പ് ചട്ടിൻ്റെ ചോട്ടാണ്ട് കത്തിച്ചാലേ ദോശ കൊണ്ട് ഒട്ടിപ്പിടിക്കേ ഉള്ളൂ. കുറച്ച് നല്ല ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് തീ കുറച്ച് വിറക് കുറച്ച് നീക്കിയിട്ട് ഒരു സാവകാശം ഉണ്ടായിനൊക്കെ എന്നെങ്കിലേ ഇരുമ്പ് ചട്ടിയുള്ള ദോശ കിട്ടുള്ളൂ. അത് തിന്നാൻ വലിയ രസമാണല്ലോ. നിങ്ങൾ കുറേ പള്ളർച്ച് തിന്നതുമല്ലേ. നിങ്ങൾ പള്ളർച്ച് തിന്നതുമാണ്. ഇഷ്ടം പോലെ മുട്ടക്കറിയും ദോശയും. എന്തേലും നിങ്ങളെ കൊശി ഇവിടെ. ഇപ്പം എന്താ എനിക്ക് 2 ദോശ ഇടാൻ കഴിയണില്ലേ? ഇങ്ങോട്ട് നോക്കിക്കോളി നിങ്ങളെ, ഇങ്ങോട്ട് നോക്കി. ഇത് കിട്ടുന്നുണ്ടാ? ഈ ചട്ടിയിൽ ഇങ്ങോട്ട് അമർന്ന് നിൽക്കുകയാണിത്. എൻ്റെ റബ്ബേ, ഇതിങ്ങോട്ട് ചട്ടകം കൊണ്ട് വരുതി ഉണ്ടാക്കിയിട്ട് കിട്ടണില്ല. മാണി വന്ന് ചുട്ടോളി. ദോശച്ചട്ടിയും മാവും എല്ലാം അവിടെ ഇട്ടിട്ട് അതാ റാഹില പുറത്തേക്ക് ഓടി. അവളുടെ ലക്ഷ്യം അതൊന്നുമല്ല, എങ്ങനെയെങ്കിലും പൊന്നെടുക്കണം. അതിൽ നിന്ന് ഒരു പൊന്നെടുത്തിട്ട് വിൽക്കാൻ കൊണ്ടുപോകുന്ന ദിവസമാണ്. എൻ്റെ പൊന്നാരെ, വല്ലാത്തൊരു പുതുമ. എൻ്റെ പൊന്നാരൻ്റെ റായില, ഈ അടുപ്പിലുള്ള വിറകെല്ലാം കൂടിയാണ് കുത്തി തിരികെ വെച്ചാൽ അങ്ങനെ അത് കത്തുമോ? ഒന്നൊരു വായുസഞ്ചാരം ഉണ്ട്, 2 കൊള്ളി വിറക് മതി. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ തന്നെ നല്ലോ ഇങ്ങോട്ട് ചുറ്റോഴിച്ച് ആളി കത്തും. എന്നിട്ടൊരു സാവകാശത്തിന് അങ്ങോട്ട് പാരുക. അങ്ങനെ പാർന്നു കഴിഞ്ഞാൽ എന്താവും? നല്ല മട്ടത്തിൽ ദോശ കിട്ടും. കണ്ടില്ലേ, ഇപ്പം കിട്ടുന്നുണ്ടില്ലേ? കണ്ട. എന്നാൽ മോളുവോ ഇതാ കുടിച്ചോളി. ഉമ്മ അവൾക്ക് കട്ടൻ ചായയും നല്ല ചൂടുള്ള ദോശയും കൊടുത്തു. അമ്മമാരെ കുട്ടി കുടിച്ചോളി. എൻ്റെ അമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ട് കിട്ടാനുണ്ടാവില്ല. പൊന്നാരൻ്റെ റായിലെ എനിക്കെന്താ കൈക്കോട്ടും പണി അവിടെ കുറച്ച് മഞ്ഞൾ കളക്കായിരുന്നു. എനിക്കെന്താ പിരാന്തുണ്ടോ? അതൊക്കെ ഓള് കളച്ച് മാറ്റി കുഴിച്ചിട്ട് പോയതാണ്. ഇനി എന്തിനാ? പെട്ടെന്നാണ് അവൾക്കത് ഓടിയത്. അതെ, സമീറ ഓളെങ്ങാനും എടുത്തോ? അത് ഓൾക്കെങ്ങാനും കിട്ടിയോ? ഓളെ പിന്നെ കണ്ടിട്ടുമില്ല. അല്ലാതെ ഇപ്പം എവിടെ? ഒന്നും ഉണ്ടാവില്ല. ഓൾക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. അഥവാ കിട്ടിയാൽ തന്നെ കൊണ്ടുതരും. അവൾ വീണ്ടും കിളച്ചുകൊണ്ടേ ഇരിക്കുന്നു. പെട്ടെന്നതാ താത്ത വിളിക്കുന്നു ഫോണിലേക്ക്. ഹലോ ഉമ്മ ഷെറീനമ്മായി. എന്താടി? ഓളതവിടെ പുറത്ത് കളക്കലാണെന്ന്, വലിയ കൈക്കോട്ട് കളക്കൽ. രാവിലെ സുബീക്ക് തുടങ്ങിയിരിക്കണ്. മഞ്ഞൾ കളക്കാണല്ലോ. ഒരു പിരാന്ത്. വേറെ ഒരു കുട്ടികൾക്ക് 1-2 ചായയും കഴി ഉണ്ടാക്കി കൊടുക്കേ, അതൊന്നല്ല. ഓള് അത് കളക്കുക. അപ്പം എന്താ അർജൻറ്റൊക്കെ കഴിഞ്ഞതല്ലേ. നിങ്ങൾ ഓളടുത്ത് നിന്ന് കൊടുത്താളി. ഇന്ന് മോളെ തന്നെ കൊണ്ടുപോയി കൊടുത്താളി. നേരിയതാ റാഹിലയുടെ ഉമ്മ. അതാ ഫോണ്. ഹലോ, എന്തായി? ഇജ്ജ് പുറപ്പെട്ടോ? പിന്നെ നല്ല കട്ടിങ്ങനെയുള്ള ഒന്ന് എടുത്തോ. അല്ലെങ്കിൽ പറ്റുന്നതിൻ്റെ ഒന്ന് ചെറുതും എടുത്തിട്ട് നമുക്ക് 2 ജ്വല്ലറിയിലേക്ക് കൊടുക്കാം. എനിക്ക് കുറച്ചും കൂടി അത്യാവശ്യമാണ് പൈസക്ക്. കുറച്ചും കൂടി അത്യാവശ്യം എടുത്തോ. പിന്നെ 2 കൂടി ഒരുപോലെ കണക്കാക്കലൊന്നും വേണമെന്നില്ല കേട്ടോ. കുറച്ച് കൂടുതലും വേണ്ടി. എനിക്കാണ് ചിലവ് കൂടുതൽ. താത്ത നല്ല വിളവത്തിയാണ്. മെനക്കെടുന്നതും അത് കൊണ്ടുവരുന്നതും അതൊക്കെ ഞാൻ. നിങ്ങൾക്ക് ഇങ്ങനെ ഏറെ പൈസ തരണല്ലേ? തരക്കേടില്ലല്ലോ. ഏതായാലും നോക്കട്ടെ. സാധനം കിട്ടിയിട്ടില്ല. എവിടെയോ ഞാൻ മാറി കുഴിച്ചിട്ടിരിക്കണ്. അതിൻ്റെ ബലാല വല്ലാത്തൊരു സാധനമായി പോയില്ല. അപ്പോൾ കിട്ടിയിട്ടില്ലേ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റബ്ബെ, ഞാനണ്ട് വരടി. അവിടെ നിൽക്ക്. ഷെറീന ദേഷ്യത്തോടു കൂടി അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നാൽ റഷീദ് ഒന്നും ചോദിച്ചില്ല. എവിടുക്കാ പോണാവോ? ജമീലത്താത്ത പറഞ്ഞു. എങ്ങോട്ടല്ലോ എനിക്കെന്താ ഉമ്മ? ഞാനോളൊരു ബന്ധവുമില്ല. ഓള് വിചാരിച്ച പോലെ ഒന്നല്ലമ്മ. ഓള് ധൃതിയിൽ അതാ ഓട്ടോ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്കാണ് പോയത്. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവൾ വീട്ടിലെത്തി. എൻ്റെ അമ്മ പൈച്ചിട്ട് വയ്യാ. എന്താ ഇവിടെ ഉള്ളത്? ഇപ്പോഴും ചായം കടി ഉണ്ടാക്കിയിട്ടില്ലേ? എന്താണത്, കീറദോശേ? ഷെറീനക്ക് ഉമ്മ 1-2 നല്ല ദോശ. എന്നാ ഓളത് തിന്നോ. അതെ, ഓളാദ്യം ചുട്ടു വെച്ച ദോശയാണത്. തിന്നോ. എനിക്ക് വേണ്ട. എന്താ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വേണ്ട നിങ്ങളെ ദോശ. എന്താന്നില്ല ദോശ. ഷെറീന അപ്പോൾ തന്നെ പുറത്ത്. റായില, എനിക്കെന്താ എവിടെ? ഞാൻ അതെവിടെ ഉണ്ട് താത്ത. ഇവിടെ മഞ്ഞളുടെ തൈക്കറ്റ്. ഉമ്മാനെ കേൾക്കാൻ വേണ്ടി അവർ അങ്ങനെയാണ് പറഞ്ഞത്.
നല്ലോണം ആഞ്ഞു കൊത്തിക്കൂടി എവിടെയെന്ന് വെച്ചാൽ എന്നെ അങ്ങനെ വിട്ടാൽ ശരിയാവും. എനിക്ക് അന്നെ നല്ല സംശയമുണ്ട്. ഇജെങ്ങാനത് ഒന്നായിട്ട് കൊണ്ടുപോയി വിറ്റെന്ത് ചെയ്തോ ഇന്റെ റായില? ഏ സത്യം പറഞ്ഞോ? ഇത്താത്തയുടെ ആ ഒരു സ്വഭാവം കണ്ട് റായിൽ ഞെട്ടിപ്പോയി. എന്ത് ഇത്താത്ത നിങ്ങളീ പറയണത് അനാവശ്യം? നിങ്ങൾ കുറച്ച് ഏറെയാണ്, അഹങ്കാരമാണ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ. അതുകൊണ്ട് തന്നെ നല്ലോണം കളിച്ചൂടടി. എവിടെയെന്ന് വെച്ചാൽ എന്നോട് ആരെയും അവിടെയും ഇവിടെയും കുഴിച്ചിടാൻ പറഞ്ഞത്? ആദ്യം അവിടെ ഇരുന്ന് ആട്ടുകൂടിൻ്റെ അവിടെ അവിടെ തന്നെ ഒന്ന് പോയി കുഴിച്ചു നോക്ക്. അവിടെയുള്ള മണ്ണ് ഉറച്ചതായിരുന്നു. ഇത്താത്ത അവിടെ ഇല്ല, നല്ല ആഞ്ഞു കൊത്തിക്കൂടെ. അല്ല എന്താ ജല കുഴിച്ചിട്ടത് വേഗം എടുത്തോ. സത്യം പറഞ്ഞാൽ വല്ലാതെ അവർ ഭയന്നു, ആകെ വിറച്ചു. ഹോ, അത് കാണുന്നില്ല, എവിടെ വെച്ചത് റബ്ബേ. ഇനിയിപ്പോൾ ആരോടൊന്ന് പോയി പറയാ? നമുക്ക് ആരോടെങ്കിലും ഒന്ന് പോയി പറഞ്ഞ ഒരു പക്ഷേ അങ്ങനെ ഈ ഭൂമിശാസ്ത്രത്തിന് അതൊക്കെ നോക്കണേ വല്ല പണിക്കന്മാരെടുത്തോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പോയി നോക്കിയാലോ? ഇതൊന്നും മുണ്ടാതിരുന്നോ? ഇതിൻ്റെ മേലെങ്ങനെ കേസ് വന്നിക്കണമെങ്കിലേ എല്ലാവരും പെടും. അറിഞ്ഞിട്ടില്ലാതുകൊണ്ട് അറിഞ്ഞ കേസിന് വരാം. ഇങ്ങോട്ട് കാട്ടിക്കാ കൈക്കോട്ട്. ഷെറീന ദേഷ്യത്തോടെ അതാ റാഹിലുടെ കൈകളിൽ നിന്നും കൈക്കോട്ട് വാങ്ങി കൊത്താൻ തുടങ്ങി. പൊന്നാര താത്തങ്ങൾ അറിയാത്ത പണിക്ക് നിൽക്കണ്ട. എന്നാലും അത് എത്രങ്ങാനും കോടിജ മുതലുണ്ട് ഇജലടി നശിപ്പിച്ചതൊക്കെ. ഷെറീനാക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. താത്ത, ഞങ്ങൾ അത് അവിടുന്ന് മാറ്റി ഇങ്ങോട്ട് കുഴിച്ചിട്ട് ഇപ്പോൾ അത് ആകപ്പാടെ എവിടേക്ക് ഏതൊക്കെ എനിക്ക് അറിയണില്ല. പെണ്ണെ, ആരെങ്കിലും ഇവിടെ ആര്? ആ സമീറ പൊട്ടത്തി ഒരിക്കലും ഈ പണി അല്ല. ഓളിവിടെ മഞ്ഞളൊക്കെ കളിച്ചെന്നൊക്കെ പറഞ്ഞിട്ടു. ആ, അത് ഉമ്മ കുഴിച്ചിടാനൊക്കെ പറഞ്ഞിനു. ആ കുഴിച്ചിട്ട മഞ്ഞളൊക്കെ പറിച്ചുകൂടി അതിൻ്റെ ഉള്ളിലെവിടെയും പെട്ടിട്ടുണ്ടാവും. എല്ലാ മഞ്ഞളും കുഴിച്ചിട്ടതെല്ലാം അവർ മാന്തി പറിച്ചിട്ടു. ഇൻ്റെ റബ്ബേ, ഉമ്മ അത് കണ്ടുകൊണ്ടാണ്. എന്താണ് ഇങ്ങക്ക് അവിടെ പണി? ആ കുഴിച്ചിട്ട് മുളച്ചുണ്ടായ മഞ്ഞളൊക്കെ നിങ്ങൾ പറിച്ചിട്ടില്ലടി പിരാന്തത്തിയാളെ. പൊയ്ക്കാനും അവിടെ നിങ്ങൾ. ഉമ്മ ദേഷ്യം പിടിച്ച് അവർ രണ്ടുപേരെയും ആട്ടി. നിങ്ങൾ എന്തിനു കൂടിക്കവിടെ? ആ കുട്ടി എത്ര കഷ്ടപ്പെട്ട് കളച്ച് മാന്തി ഉണ്ടാക്കി അതിൽ നട്ട് നല്ല വളമൊക്കെ ഇട്ട് വെച്ചതാണ്. നിങ്ങൾ അതൊക്കെ എന്തിനാണ് റബ്ബേ, എന്തിനുള്ള പുറപ്പാട് എനിക്ക് അറിയണില്ല. അതിനു വേണ്ടി നീ ഏത്തത്തി വന്നിക്കണ്. രണ്ടാളും തോട്ടത്തിൽ പൊയ്ക്കണ്. വല്ലാത്തൊരു പുതുമ. ഒരു തുള്ളി വെള്ളം ഇവിടെ തരൂല ഞങ്ങൾക്ക്, നോക്കിക്കോളി. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ. തുള്ളി വന്നാൽ തന്നില്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് ഇവിടുന്ന് ഇതിങ്ങോട്ട് കിട്ടിയിട്ട് വിറ്റിട്ട് ഇഷ്ടം പോലെ ഹോട്ടലിൽ പോയി കഴിക്കാം. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച പോലെ അതേ നടക്കുള്ളൂ. അല്ലാതെ ഉമ്മാൻ്റെയൊക്കെ തുള്ളി വെള്ളം കിട്ടിയിട്ടാവൂല. ഉമ്മാൻ്റെയൊക്കെ തുള്ളി വെള്ളം അമ്മ കിട്ടൂല, നമ്മളങ്ങോട്ടും കൊടുക്കൂല. അങ്ങനെ ശീലായി. ഉമ്മ മോനക്ക് ദോശട്ട് കൊടുത്തോട്ടെ. മോനിപ്പോൾ പെണ്ണുങ്ങളെ ഒഴിവാക്കിയില്ലേ, ഇനി പോകാൻ വേറെ കിട്ടുകയാണ് പോലെ. എന്നാൽ പിന്നെ പെരീക്കൊരു മരുവെള്ളമായി. അല്ല നമ്മളെ കൊണ്ട് കഴിയൂല, എന്നെ കൊണ്ട് തീരും കഴിയൂല പെരീത്തെ പണിയെടുക്കാൻ. ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പ് കാട്ടിക്കാണ്ട് കുറച്ച് സ്വർണ്ണം പൈസയൊക്കെ ഒപ്പിച്ചുകാണ്ട് സുഖമായി ജീവിക്കുക, അതേ നടക്കുള്ളൂ. അല്ലാതെ നടക്കൂല. ചുരുക്കി പറഞ്ഞാൽ അവർ ഉച്ചവരെ അവിടെ ആകെ കിളച്ച് മറിക്കുകയായിരുന്നു. ഉമ്മ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. അതെ, ഇനി കുറച്ചാണ്ട് വിത്ത് പാകിക്കാളി എന്തെങ്കിലും നല്ലോണം ഉണ്ടായിക്കോളും. അല്ലെങ്കിൽ വായക്കാണ്ട് കുഴിച്ചിട്ടൂടി. എന്നാൽ നല്ലോണം കഴിച്ച് മറിച്ചിക്കണല്ലോ നിങ്ങൾ. എന്തെങ്ങൾ ഈ കാട്ടിക്കൂട്ടണത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും നല്ലൊരു കാര്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല. തള്ള ചിലക്കൽ തുടങ്ങിക്കണ്. ഇജ്ജ് വേഗം നിർത്തിക്കാം. നമുക്ക് എവിടെയെങ്കിലും പണിക്കരെടുത്തോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി നോക്കാം. ആരും അറിയണ്ട കേട്ടോ. കുഴിച്ചിട്ട സ്ഥലം ഞങ്ങൾ മറന്നു പറഞ്ഞാൽ മതി. മൂപ്പർക്കൊരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ആ ഒരു കമ്മീഷൻ അത് കൊടുക്കുക. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടംപോലെ സ്വത്ത് കിട്ടുമല്ലേ. അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഉമ്മ, കഞ്ഞിണ്ടോ? ചോറ് വെന്തോ? ഒന്ന് പൊയ്ക്കാനടി അവിടുന്ന്. നിങ്ങൾ രണ്ടാളും അടുപ്പത്തൊക്കെ ഒന്ന് വരും. എന്തിനോ ഒന്ന് വന്നേക്കണില്ലല്ലോ. ഞാൻ കുറച്ച് കഞ്ഞി വെച്ചേക്കണം ഇവിടെ. അതിൻ്റെ കുട്ടിക്ക് കൊടുക്കാനാണ്. ഏത് കുട്ടിക്ക്? എൻ്റെ പേരക്കുട്ടി ഉണ്ട് ഇവിടെ. ഉമ്മ നോക്കാഞ്ഞ പിന്നെ വല്യമ്മാരെ നോക്കന്നെ. ചമ്മന്തി ഉണ്ട് അരച്ചേക്കണ്, അത് മതി ഇല്ലേ കുട്ടിയെ? അത് മതി. എനിക്ക് ഉമ്മമ്മാൻ്റെ ചമ്മന്തി നല്ല ഇഷ്ടം. കഞ്ഞി ചമ്മന്തി ഉണ്ട്, വേണേണ്ട കുടിച്ചോളി. ചെറിയ കുട്ടികളൊന്നല്ല തൊള്ളിക്കാണ്ട് തിരികെ തരാൻ. ഒരു വകയും പോലും നോക്കൂല, ഒരു അടുപ്പത്തത്തെ ഒരു കാര്യം പോലും നോക്കൂല. ചായയും കടി ഉണ്ടാക്കൂല, ചോറ് വെക്കൂല, ഒരു സംഭവം ഇല്ല ഓരോ ജീവിതത്തിൽ. ഓലിങ്ങനെ വിലസി നടക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ പൈസ ഒപ്പിച്ചാൽ നോക്കും ഓല് ആൾക്കാരടുത്തുനിന്ന്. ഉമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അപ്പോഴേക്കും എന്നാലും കുറച്ച് കഞ്ഞിയും വിളമ്പിക്കൂടി. ഉമ്മ നല്ല ചൂടോടുകൂടി കഞ്ഞി വിളമ്പി ചമ്മന്തിയും വെച്ച് കൊടുത്തു. എൻ്റെ അമ്മ, എന്തോ ഒരു ടേസ്റ്റ്. ഷെറീന, അതേ വെച്ചുണ്ടാക്കി തിന്നുമ്പോൾ രസം തന്നെയാണ്. നിങ്ങളിങ്ങനെ ഓസിക്ക് ഇതിങ്ങനെ കൊണ്ടുവന്ന് തിന്നാലേ അതത്ര നല്ലതൊന്നല്ല. നിങ്ങളിപ്പോൾ പൈസയാണെങ്കിൽ മന്തിയല്ല കൊണ്ടുവച്ചാൽ
ആ അതിപ്പോൾ എന്നും ഉണ്ടായില്ല, അത് ശീലാവില്ല. നമ്മൾ പെരി വെച്ചുണ്ടാക്കണ പോലെ ആവില്ല. എന്തിയെ ഇപ്പോൾ വിറകടുപ്പിൽ ഇതൊക്കെ വന്നല്ലോ. അങ്ങക്കല്ല ഒന്നും പറ്റാത്തത്. ഞാൻ ദോശയും ചുട്ടു, എൻ്റെ മോൾക്കും കൊടുത്തു, മോൻക്കും കൊടുത്തു. അതുപോലെ തന്നെ കഞ്ഞിയും വെച്ച് പോരെ. ചുരുക്കി പറഞ്ഞാൽ റാഹിലയും ഷെറീനയും ആകെ വിഷമത്തിൽ തന്നെയാണ്. എന്നാലും ഇപ്പോൾ ആ സ്വർണ്ണം ഇപ്പോൾ എവിടെ? അത്രക്കും ഒരു സഞ്ചിയിലും കിഴിയിലൊക്കെ ആക്കി വെച്ചിട്ടു. ഇപ്പോൾ അതിപ്പോൾ എങ്ങനെ വെച്ച സ്ഥലം മാറിയത് തന്നെ? അതോ ഞാൻ നായ്ക്കളെങ്ങാനും മാന്തി കടിച്ചു വലിച്ച് കൊണ്ടുപോയോ? അതും അറിയണില്ല. എന്തിനാണ് ഇജ്ജ് ഇങ്ങനെ വെച്ചത്? ഞാനോട് പറഞ്ഞില്ലേനാ ആഴുംകൂടിൻ്റെ ചോട്ടിന്ന് അങ്ങനെ എടുക്കണ്ടാതെ അവിടെ നിന്നോട്ടെ എന്നൊക്കെ. താത്തഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വരാനുള്ള ബൈക്ക് തങ്ങൂലല്ലോ. ഇനിയിപ്പോൾ ഏതായാലും നോക്കുക. റബ്ബേ. അവർ ചുരുക്കി പറഞ്ഞാൽ രണ്ടു പേർക്കും നല്ല പണിയാണ് കിട്ടിയത്. രണ്ടു പേരും ഒരുപാട് സമയം ആ തോട്ടമാകി കിളച്ചു മറിച്ചു. ഉമ്മ വരെ കളിയാക്കി. ഉച്ച വരെ പണിയെടുത്തേക്കണം നിങ്ങൾ. എന്നാൽ ഇക്ക് എന്ത് ചെയ്യേണ്ട, വിത്ത് വായിക്കൂടെയൊക്കെ എന്തെങ്കിലും കൃഷി മുളിച്ചുണ്ടാവുമല്ലോ. നല്ലോ ഇത് മറിച്ചും ചെയ്തു. അല്ലെ എൻ്റെ പെമ്മക്കൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പണിയെടുക്കണത് ഞാൻ കാണുന്നത്. ഇതുവരെ ദുനിയാവിൽ ഞങ്ങളിങ്ങനെ പണിയെടുക്കണം കണ്ടിട്ട് തന്നെയല്ല. നല്ല തരികയുണ്ടല്ലോ, എന്തോ ഒന്നുണ്ടല്ലോ തിമ്മല്. ഉമ്മ ചോദിച്ചു. പറയലട്ടോ പൊന്നു മോളെ, അത് അവിടെ പോയി പറയും, പുത്തൻ വീട് തറവാട്ട് പോയി പറയും. എന്നിട്ട് കള്ളത്താറാണ് നമ്മളൊന്ന് പോയി പറയും. വിശ്വസിക്കാൻ പറ്റില്ല. ഉമ്മ എന്നിട്ട് എന്താ മക്കളെ പറ്റി കുറ്റം പറഞ്ഞ ടീമാണ്. ചുരുക്കി പറഞ്ഞാൽ റാഹിനെയും ഷെറീനയും നന്നായിട്ട് പണിയെടുത്ത് വിയർത്തു എന്ന് തന്നെ പറയാം. എൻ്റെ താത്ത, ഞാൻ ഇപ്പം അടുത്തൊന്നും ഇങ്ങനെ പണിയെടുത്തിട്ടില്ല. എനിക്ക് കിതക്കണ്, എനിക്ക് എന്തൊക്കെയാണ്. എനിക്കോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഇജ് അതിന് വേണ്ടി എന്നെ വിളിച്ചെത്തിയതില്ലടി. എവിടെ വേഗം എടുത്തു തന്ന ഇജാണ് ഇതിൻ്റെ കാരണക്കാരി. ഇജാണിത് എവിടെ കുഴിച്ച്? സത്യം പറഞ്ഞോ? ആർക്കെങ്കിലും എടുത്തു കൊടുത്തേ? സത്യം പറഞ്ഞോ? എവിടെയും കൊണ്ടുപോയി വിറ്റോ? എൻ്റെ മുമ്പിൽ അഭിനയിക്കുകയാണോ? പൊന്നാര താത്ത, നിങ്ങളെ നാവ് വല്ലാത്തൊരു നാവന്നാണല്ലോ. ഞാൻ എത്രയും ഇവിടെ പണിയെടുത്ത് ഇടങ്ങാറായി അത് തേടി പിടിച്ച് നടക്കുമ്പോൾ എൻ്റെ നേരക്ക് ഇങ്ങോട്ട് എടുക്കണേ. അവരും തമ്മിൽ തിരക്ക് കൂടുക തുടങ്ങി. റായില, ഷെറീന, നാട്ടുകാർ കേക്കടി. പമ്പർന്നോളം രണ്ടാളും കൂടി ഇങ്ങോട്ട് കയറി പോന്നാണ് ഇങ്ങോട്ട്. അല്ലെങ്കിൽ പൊയ്ക്കോളി പോണ വയ്ക്ക്. നിങ്ങളിവിടെ രണ്ടാളും ഇവിടെ വേണ്ട. രണ്ടാളും ഇവിടെ നിന്നാൽ തന്നെ ശരിയാവില്ല. കച്ചറിയും കൂടിക്കൊണ്ട് ഒരു ചിസൈസ്. ചുരുക്കി പറഞ്ഞാൽ റാഹിലയെ നല്ല രീതിയിൽ ഷെറീന സംശയിക്കുന്നുണ്ട്. അതെ, ഞാൻ നിങ്ങളോട് പറയിപ്പിക്കണ്ട. സത്യം പറഞ്ഞോ, എവിടെയാണ് ഈ കൊണ്ടുപോയിട്ടത്? സത്യം പറ താത്ത. നിങ്ങൾ എന്നെ പറ്റിക്കലിട്ടോ. എനിക്ക് നിങ്ങളെയും സംശയമുണ്ട്. നിങ്ങളും നിങ്ങളെ മാപ്പിളയും കൂടി വന്ന് എടുത്തേക്കണോ അതും സംശയമുണ്ട് എനിക്ക്. ഇജ് വല്ലാതെ വിളവെടുക്കല്ലേ. എവിടെയാണ് പൊന്നു വെച്ചത് ചിലക്കാതെ പറഞ്ഞുകൊണ്ടാ. കുറച്ചൊന്നല്ലതുള്ളത്. നഷ്ടപ്പെട്ട വലിയൊരു നഷ്ടം തന്നെയാണ്. എൻ്റെ പൊന്നു താത്തങ്ങളിത് മനസ്സിലാക്കി. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുകയാണ്. എന്നാൽ ഈ സമയം ഷമ്മാസിൻ്റെ വീട്ടിൽ, അതെ നാളെയാണ് നുസേബിയെ പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ഷമ്മാസിൻ്റെ മുഖം വാടൽ തുടങ്ങി. ഉമ്മ പറഞ്ഞു, മോനെ ഷമ്മാസേ, വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാവർക്കും ഉണ്ടാവും, പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇങ്ങോട്ടേ അവളെ കൊണ്ടുവരുമല്ലോ. ഇനിയിപ്പോൾ അവിടെ ഓല് ഒരാഴ്ച നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ നിൽക്കണ്ട പറയാൻ പറ്റില്ല. കാരണം ഓല് കുട്ടീൻ്റെ അമ്മയും ഇപ്പയാണ്. അപ്പോൾ ഓൽക്കും ഉണ്ടാവും ഒരു പൂതിയും കാര്യങ്ങളൊക്കെ, മോളെ പ്രസവത്തിന് കൊടുന്ന് കുറച്ചവിടെ നിർത്താനൊക്കെ എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ വിടൂലെന്ന് പറയാനും പാടില്ല. സാജൊക്കെ 7ാം മാസത്തിൽ വന്നിക്കണം ഇവിടേക്ക്. 90 കഴിഞ്ഞതിൻ്റെ ശേഷം ഓള് പോയത്. ചുരുക്കി പറഞ്ഞാൽ 6 മാസമാണ് പെണ്ണുങ്ങളെ വരിയിൽ നിൽക്കുന്ന സമയം. പക്ഷേ ഇതിപ്പോൾ നമ്മളായിട്ട് നമ്മളെ ഇഷ്ടത്തിന് ഓളിവിടെ നിർത്തുകയാണ്. പ്രസവവും കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കുകയാണ്. 1ാമത്തെ പ്രസവം ഒന്നും ആരും വിട്ടു തരൂലേ. ഞങ്ങളെ പെരയിൽ പ്രസവം നടത്തിക്കോളാം നമ്മൾ കൊണ്ടുപോകും. ഇത് പിന്നെ പാവപ്പെട്ട മാതാപിതാക്കളായതുകൊണ്ട് വല്ലാതെ ഒന്നും പറയില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ നോക്കേണ്ടി ഇനി മാറുമെന്നാവോ. ഇനി പോലെ വല്യമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നക്കാരം. ഉമ്മ അവർ കുടിയിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മോനെ ഇതാണ് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉസ്താദിനോട് ചോദിച്ചു നോക്ക്. നാളെ ഇപ്പോൾ തങ്ങളും ഒക്കെ വരൂലേ? ഉസ്താദിനെ ഒന്ന് കാണാൻ പോകണം. അങ്ങനെയുണ്ട്. എന്നാൽ ഈ സമയം ഷമ്മാസിന് എങ്ങനെയെങ്കിലും സ്വർണം ഉമ്മയുടെ പെട്ടിക്കകത്ത് വെക്കണമല്ലോ. അതിനു വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അവന്. റബ്ബേ, എന്തപ്പോൾ ചെയ്യുക? ഉമ്മ കുളിക്കാൻ പോണ സമയം നോക്കാം. നുസൈബ പറഞ്ഞു, ഇക്ക വേഗം വെച്ച് കൊടുക്കിട്ടോ, നാളെ തങ്ങളെ കയ്യിൽ കൊടുക്കും. ഉമ്മ കൊടുക്കുമ്പോൾ ആയിരിക്കും ഒക്കെ, അതിന് മുമ്പായിട്ട് തന്നെ എങ്ങനെയെങ്കിലും. മക്കളെ, ഉമ്മ നിങ്ങൾ കുളിക്കാനായോ? സമീറ പറഞ്ഞു. ഉമ്മയുടെ ഡ്രസ്സുകളെല്ലാം അവൾ ബാത്റൂമിൻ്റെ
അയിലിൽ കൊണ്ടുപോയി ഇടാൻ നിൽക്കുവാണ്. മോളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ല ഉമ്മ പോയിക്കോളി, ഇവർ ഞാൻ കൈ പിടിക്കുക. വേണ്ട മോളെ, കൈ ഇപ്പം തന്നെ പൊടിച്ച് ശീലമായാലും എനിക്ക് തീരെ നടക്കാൻ കഴിയൂല. അതുകൊണ്ട് വടി പോലും ഞാൻ വല്ലാതെ കുത്താത്തത്. ചിലപ്പോൾ എൻ്റെ തടിയെല്ലാം കൂടി എൻ്റെ പോകും എന്നൊക്കെ വിചാരിക്കും. ആ വീണ അവിടെ കിടക്കണം. അല്ലല്ലേ മോളെ. ഉമ്മ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ വീഴാൻ പാടുണ്ടോ? സ്നേഹത്തോടെ സമീറയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മ പുഞ്ചിരിച്ചു. ഷമ്മാസും നുസൈബയും നോക്കി നിൽക്കണമല്ല പഠിച്ചോനെ. എന്നാൽ സമീറയോട് അവൾ കാര്യങ്ങളെല്ലാം വിശദമായി പറയുവാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു. പക്ഷേ ചാൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. എന്തൊക്കെ തന്നെയായാലും അതാ ഉമ്മ ബാത്റൂമിലേക്ക് വെച്ചു. ഹീറ്ററിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സമീറ കുറച്ചധികം ചുടുവെള്ളം കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഉമ്മാൻ്റെ അരിച്ചു തരണോ? സമീറയുടെ ആ ഒരു വാക്കുകൾ. മോളെ അതിപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ച് നിൽക്കുന്ന ഒന്നെന്തോ വരച്ചാളാം. ഇപ്പോൾ മാണെന്നൊന്നും ഇല്ല. എനിക്ക് പറഞ്ഞപ്പോൾ എനിക്കൊരു പൂതി. ഉമ്മയുടെ പുറക്ക് നന്നായിട്ട് ഉരച്ച് കൊടുത്ത് ഇനി മോള് എന്നാ പൊയ്ക്കോളി. എല്ലാം അങ്ങനെ പോകാൻ പറ്റൂലല്ലോ. കുറച്ച് വെള്ളം ഒഴിക്കണം എന്നാണല്ലോ. അരിച്ച് കെടുത്താൽ കുറച്ച് വെള്ളം ഒഴിക്കണം, നല്ല സ്നേഹം ഉണ്ടാവും എന്നുള്ളതാണല്ലോ. എൻ്റെ പൊന്നാര മോളെ, എനിക്ക് അതൊക്കെ അറിയല്ലേ. ഉമ്മ ഞാൻ എൻ്റെ ഉമ്മാനെ ഉമ്മ കുളിക്കുമ്പോൾ ഉമ്മ എന്നോട് പറയും, മോളെ എൻ്റെ പുറന്ന് ഒരച്ചാട്ടി കാണി എൻ്റെ കുട്ടി എന്ന് പറയും. ഞാൻ എൻ്റെ ഉമ്മയുടെ ഒരച്ചു കൊടുക്കുമ്പോൾ അവിടെ ആകെ ചുവക്കുമായിരുന്നു. ഉമ്മയുടെ പുറക്കാകെ ഇത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഉമ്മ പറയും, മോളെ വെള്ളം ഒഴിക്കണം, നല്ല സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് പറയും. പക്ഷെ അധികം നിന്നില്ല. അപ്പോഴൊക്കെ എൻ്റെ അമ്മ പോയില്ലേ. മോള് കരയണ്ട, മോൾക്ക് ഉമ്മായിട്ട് ഞാൻ ഉണ്ടല്ലോ കേട്ടോ. അങ്ങനെ ഏതാ ഐഷുമ്മയുടെ പുറത്തൊക്കെ ഉരച്ച് നല്ലോണം വെള്ളമൊഴിച്ച് വൃത്തിയാക്കി അവൾ. ഉമ്മ ഞാൻ തലയൊക്കെ കഴുകി തരണോ? വേണ്ട മോളെ, ഇപ്പം ഉമ്മാനെ കൊണ്ട് കഴിയും. നീ കഴിയാത്തപ്പോൾ ഞാൻ വിളിക്കണ്ട്, ഇപ്പം കഴിയും, അങ്ങോട്ട് പോയിക്കോളെ. അങ്ങനെ അതാ അവൾ പുറത്തേക്ക് തന്നെ കടന്നു. ഈ സമയം ഷമ്മാസും നുസൈബയും അതാ ഉമ്മയുടെ റൂമിലേക്ക് കടക്കുകയാണ്. നുസി, നീ ഇങ്ങോട്ട് വരണ്ട, നീ സമീറയോട് സംസാരിച്ചിരിക്കെ. ആയിക്കോട്ടെ. അവർ രണ്ടുപേരും അടുക്കളയിൽ സംസാരിച്ചിരുന്നു. സമീറ, പിന്നെ നിൻ്റെ ജീവിത കഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമാണല്ലേ? ഉമ്മയും ഉപ്പയൊക്കെ മരിച്ചിട്ട് അവരൊക്കെ പോയില്ലടി. എനിക്ക് അധികം അവരൊപ്പം ജീവിക്കാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ വിചാരിക്കും ഈ ലോകത്തിലെ പരലോകത്ത് അവരെ കൂടെ ജീവിക്കാന്ന്. അല്ല എന്താ ചെയ്യുക? സാറില്ലടി, എല്ലാം പഠിച്ചതിന് പരീക്ഷണമായിരിക്കും. എന്നാലും നീ ഇവിടെ വന്ന് പെട്ടല്ലോ, അതുകൊണ്ട് നിനക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ അല്ല നുസി, ആ സ്വർണത്തിൻ്റെ കാര്യം അത് നിങ്ങൾ ശരിക്കും കൊടുത്തു ഉമ്മാക്ക്? അത് സെറ്റാക്കി വെക്കുകയാണ്. കാരണം ഉമ്മ അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ അതെ, ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ നാത്തൂന് ഞാൻ ശരിക്കും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എൻ്റെ നാത്തൂന് റാഹില, ഓളിങ്ങനെ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ കൊത്തുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ അവിടെ നിന്നപ്പോൾ ചെന്ന് എന്ത് വിചാരിച്ച് കണ്ട് നോക്കിയപ്പോൾ എന്നെ ചീത്ത പറഞ്ഞങ്ങടെ ആട്ടി. ഞാൻ പോയിട്ടുന്നല്ലേ. ഞാൻ വിചാരിച്ചു എന്താ റബ്ബേ രാത്രി ഒച്ചപ്പാടെന്ന് വിചാരിച്ച് പോയതായിരുന്നു. അപ്പോൾ സത്യമായിട്ടും എൻ്റെ നാത്തൂനെ ഞാൻ കണ്ടതാണ്. അവളാണിത് കുഴിച്ചിട്ടത്. അല്ല, അവളിവിടെ ജോലിക്ക് വന്നായിരുന്നല്ലേ? അതെ, അവൾ വന്നതായിരുന്നു. പൊന്നാരെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തൽക്കാലം നിങ്ങൾ ഉമ്മാൻ്റെ അടുത്ത്. ഉമ്മ അറിഞ്ഞിക്കണത്? ഇല്ല, ഉമ്മ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് വേണ്ട കേട്ടോ. ഇല്ലടി, ഞാൻ പറയില്ല. എന്തിനാ ഇപ്പോൾ പറയേണ്ട ആവശ്യം? എങ്ങനെയെങ്കിലൊക്കെ പടച്ച റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ണ് കാണിച്ചെന്നല്ലോ. എൻ്റെ കണ്ണിന് പെട്ടതുകൊണ്ട് ഏതായാലും നുസി ഇവിടെ എത്തി. അല്ലെങ്കിൽ അവരത് ചുരുക്കി പറഞ്ഞാൽ അപ്പോഴേക്കും ഷമ്മാസ് വിറച്ചുകൊണ്ട് ആ ആഭരണങ്ങളെല്ലാം ഉമ്മയുടെ ആ ഒരു പെട്ടിയിൽ അടുക്കി അടുക്കി വെക്കുകയായിരുന്നു. ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു. ഉമ്മ എങ്ങാനും പെട്ടെന്ന് വരുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. ഉമ്മക്ക് കുളിക്കാൻ എന്തായാലും അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ. അതങ്ങനെ ഉളുഹെടുത്തും കുളിച്ചും അങ്ങനെ കുറേ സമയം അങ്ങനെ അവിടെ കഴിഞ്ഞു പോകും. ചുരുക്കി പറഞ്ഞാൽ അരമണിക്കൂർ എന്തായാലും വേണം. 3/4 മണിക്കൂർ എന്ന് വെച്ചാൽ അതൊരു ഒരു ലിമിറ്റ് അങ്ങനെയാണ്. എന്തായാലും ഷമ്മാസിന് വിറക്കുന്നുണ്ടായിരുന്നു. എൻ്റെ റബ്ബേ അല്ലാഹ് റഹ്മാനെ, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഒരിക്കൽ പോലും കള്ളത്തരമോ വഞ്ചനയോ അല്ല ഞാൻ ചെയ്യുന്നത്. ഉമ്മയുടെ സ്വർണം തിരികെ ഞാൻ കൊടുക്കുകയാണല്ലോ റഹ്മാനെ. സത്യം പറഞ്ഞാൽ ഷമ്മാസ് അതാ അവസാനത്തെ ആഭരണങ്ങളെല്ലാം അടക്കി പെറുക്കി വെക്കുന്നതിനിടയിൽ സമീറ മോളെ ഉമ്മയുടെ വിളി. ഷമ്മാസ് ഞെട്ടിത്തെറിച്ചു. റബ്ബേ, ഉമ്മ വന്നോ? മോളെ ആ തോർത്ത് ഇങ്ങെടുത്താൽ ഉമ്മ മറന്നിക്കണടി. ഉമ്മ ഞാനും മറന്നു. ഉമ്മക്ക് 2 തോർത്താണ് കണക്ക്. ഒന്ന് ചെറുതും ഒന്ന് വലുതും. മുടി തോത്താൻ ഒന്ന് വലുത്, മേനി തോത്താൻ ഒന്ന് ചെറുതും. അവൾ പെട്ടെന്ന് തന്നെ
അതെടുത്ത് ഉമ്മയുടെ വാതിൽ തുറന്ന് കൊടുത്തു. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. മറ്റൊന്നുമല്ല, താക്കോൽ കൂട്ടത്തിൻ്റെ. എന്താ അവിടെ താക്കോൽ കൂട്ടത്തിൻ്റെ ഒക്കെ ഒരു ശബ്ദം കേൾക്കണേ? ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഷമ്മാസ് ഞെട്ടിത്തെരിച്ചു. അവൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ആ താക്കോൽ കൂട്ടം താഴേക്ക് വീണു. എന്താ അവിടെ ഷാമോനെ? എന്താ അവിടെ ഒച്ചപ്പാട് വെക്കണം? നോക്കണം കേട്ടോ. എൻ്റെ റൂം പൂട്ടിയിട്ടില്ല നോക്കി ഒന്നിട്ട് ഓടാൻ വിട്ട് പോരുന്നാണ്. ഞാൻ ഇപ്പോൾ ഒന്നും പൂട്ടിയിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഷമ്മാസ്, ആ ഉമ്മ എന്ത്? ആ അതോ, അത് ഞാൻ വെറുതെ ഒന്ന് ഞാനുണ്ട് വേറെ എൻ്റെ പൊന്നാര കുട്ടിയെ പൊന്നും പണ്ടൊക്കെ നമുക്ക് എണ്ണി നോക്കാം എത്ര ഏതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ. ഉമ്മ ഞാനതല്ല, ഞാൻ ഈ കീ ഇങ്ങോട്ട് വീണുണ്ട്. ഇപ്പോൾ താക്കോൽ അതിൻ്റെ ഇതിന് മത്താപ്പിൻ്റെ ഉള്ളിൽ കണ്ടിനല്ലേ ഞാൻ. പിന്നെ എങ്ങനെ ഉമ്മയുടെ ഓരോ ഇല്ല മങ്ങൾ കുളിച്ചോളി, നമുക്കതൊക്കെ വന്നിട്ട് റെഡി ആക്കണം. പിന്നെ നാളെ തങ്ങളെടുത്ത് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കുകയാണല്ലോ. ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ആ താക്കോൽക്കിലൊക്കെ കേട്ട് സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഉമ്മക്ക് തോന്നുകയാണ്, റബ്ബെ ആരെങ്കിലൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ടോ അറിയില്ല. ഉമ്മ എന്തൊക്കെ തന്നെയാലും വേഗം കുളി കഴിഞ്ഞ് അതാ വാതിൽ തുറന്നു. ഷമ്മാസ് അവസാനത്തെ സ്വർണം ഇട്ട് അതാ ഖജനാവിൻ്റെ വാതിൽ പൂട്ടി പെട്ടെന്ന് ചാവി മുകളിലേക്ക് ഇട്ടു അറിയാത്ത രീതിയിൽ. ഷാമോനെ എന്താണ് എനിക്കൊരു പരിങ്ങല്? ഉമ്മ അങ്ങളെ മുടി നല്ലോണം വളർന്നിക്കണല്ലോ, മുടിമെന്ന് കുറേ വെള്ളം ഇട്ടുണ്ടല്ലോ ഉമ്മ, എന്തതിങ്ങനെ? അതൊക്കെ ഉണ്ടാവും. ഈ സോപ്പ് ഇട്ടതിൻ്റെ അർത്ഥം വെറുതെ ഒന്നല്ല, എന്തെങ്കിലും ഒന്ന് കാര്യം എനിക്ക് ഉണ്ടാവും. എന്തുമ്മ എല്ലാത്തിനും ഉമ്മ എന്നെ അങ്ങനെ പറഞ്ഞ് കളിയാക്കൂലേ? ആ ഷാമോനെ, പിന്നെ വല്ലാതൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല, തലക്കൊരു കനം ഇതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നല്ലോണം തണുത്ത വെള്ളം എനിക്ക് തലക്ക് അങ്ങനെ ഒഴിച്ചുമ്പോൾ ഒരു സുഖമാണ്. അപ്പം അധികം വെള്ളം ഒഴിച്ചാലും ഞാൻ നിന്നിട്ടില്ല. ആ എന്തായാലും മണ്ടിയില്ല. എന്തേലും ഇവിടെ ഒരു ഒച്ചപ്പാട് ഇട്ടിൻ്റെ. അതും ആ ചാവി ഇങ്ങോട്ട് വീണപ്പോഴേ ആയിക്കോട്ടെ, എന്തായാലും മണ്ടിയില്ല. അത് പെരയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. നാളെ മുസ്ലിം തങ്ങളെടുത്താണ്ട് ഏൽപ്പിച്ച് കൊടുക്കണമല്ലോ. പറ്റിയൊരു സ്ഥലത്ത് തറയിടാൻ പറയണം, കുറ്റി അടിച്ച പള്ളിക്ക് പറ്റിയൊരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അവിടെ ഒന്ന് കുറ്റി അടിച്ചാൻ പറയല്ലോ. പിന്നെ അങ്ങോട്ട് പള്ളിപ്പുഴയുണ്ട്, അതാണ് വിറ്റ് എത്ര കിട്ടണ നോക്കുന്നുണ്ട് നിങ്ങൾ. ഉമ്മ അത് എത്രക്ക് ഉണ്ടാവും? എൻ്റെ പൊന്നാര കുട്ടി അതൊരു നല്ല ഉണ്ടടാ, 2 കോടി 1.5 കോടി അങ്ങനെയൊക്കെ. ഉമ്മ 1.5 കോടിയൊന്നും കണ്ടാൽ പോരാ. പിന്നെ എത്രടാ, 5 കോടിയോ? ഉമ്മ അത്രക്കും കട്ടിങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ അതിൽ, വെറും മാലയും വളയും മാത്രമല്ലല്ലേ? ആടാ അതെ, ഈ വെല്ലിപ്പ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഈ മുതലിങ്ങോട്ട് വിറ്റ് അതിൻ്റെ ഇത് കിട്ടുമല്ലോ. അപ്പം എന്ത് കാട്ടും, കുറേയൊക്കെ ഈ പൊന്നും പണ്ടൊക്കെ ഇങ്ങനെ ഉരുട്ടി ഈ പൊന്നിങ്ങോട്ട് വാങ്ങിയിടും. അതായത് ഈ തടിയുള്ള ഓരോ പൊന്നിൻ്റെ ഓരോ കണ്ടങ്ങൾ ഉരുട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറയും. ഇടാനൊന്നും പറ്റൂല. അതങ്ങനെ അത് വലിയൊരു ഇതാണ്. അതിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു 5 പവന് 10 പവന് അങ്ങനെയൊക്കെ ഉണ്ടാവും. ആഭരണങ്ങളല്ലാതെ സ്വർണ്ണ കട്ടിയാൾ അങ്ങനെ ആക്കിയിടും. ഇപ്പോഴത്തെ മാറ്റത്തെ ബിസ്ക്കറ്റ് അല്ല, അതിനേക്കാളും വേറൊരു ഉരുട്ടിക്കൊണ്ടും അങ്ങനെ പല സൈസും ഉണ്ടാക്കിയിടും. അതൊക്കെ കൂടി കൂട്ടുകയാണെങ്കിൽ എൻ്റെ പൊന്നാര പടപ്പേ അത് അത്യാവശ്യം ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ സാജിനെ കെട്ടിച്ചാൽ നിൻ്റെ ഒരു പണ്ട് കൊടുത്തിട്ടില്ല, എൻ്റെ ബാപ്പേൻ്റെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് പിന്നെ എൻ്റെ ഒരു സാധനം എടുത്തിട്ടില്ല. ഇത് പിന്നെ എൻ്റെ ബാപ്പ എന്നത് വല്യപ്പ എന്നത് അങ്ങനെ കുറേ ഒന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും കൂട്ടി വെക്കും. ഉമ്മ ഒരു 3 കോടി എൻ്റെ പൊന്നാര ഷമ്മാസേ എനിക്കറിയില്ലടാ അതിൻ്റെ കണക്ക്. ഇപ്പോൾ പണ്ടത്തിന് എത്ര വില നല്ലോണം കൂടിയൊക്കില്ലേ? 3/4 ലക്ഷമൊക്കെ ഒരു പവൻ അയക്കണില്ലേ? നല്ലോണം പണ്ടും ഇതൊക്കെ ഇട്ട് കാണും. ഇപ്പം ഈ കൈമ 2 വളയും കൗത്തിലും മാലയും ഇതൊക്കെ തന്നെ ഉള്ളൂ. പണ്ടത്തെ മാതിരി ഇടാനൊന്നും പൂതിയില്ല, ഇട്ട് നടക്കാനിപ്പോൾ എടുക്കാം എന്ന് വിചാരിച്ചു. ജമീലൊക്കെ എത്ര വായ്പ ഉണ്ടാക്കണിൻ്റെ മാല? ഉമ്മ ശരിയാണോ? എൻ്റെ 5 പവനത്തിൻ്റെ 9 പവനത്തിൻ്റെ ഒക്കെ മാല ഓള് പറയും, താത്ത കല്യാണം ഉണ്ടോ ഒരു മാല തെരിയറിയും. ഞാൻ ഊരി കൊടുക്കും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ എപ്പോഴും എൻ്റെ സാരിക്ക് വരും, എൻ്റെ ഇതിന് വരും. അപ്പം ഞാൻ പറയും സാരിയൊക്കെ പിന്നെ എടുത്താലേ ഞാൻ പറയും ഇജാൻ എടുത്തോടി, എന്താ ജമീല ഇജാൻ എടുത്തോ സാരി ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറയും. എന്തൊക്കെ തന്നെയായാലും അങ്ങനെയൊക്കെ ആയിനും. ഉമ്മ എന്തായാലും കരുതൽ നല്ലതല്ലേ? മോനെ കരുതലൊക്കെ നല്ല തന്നെയാണ്. നമ്മളിപ്പോൾ കൽപ്പിച്ചു കൂട്ടി ഒരാളും അങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നില്ലല്ലോ. ഇപ്പം അത്ര ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ എന്തൊക്കെ നാളെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തണം കേട്ടോ. എത്ര വെച്ചാൽ തൂക്കി തന്നെ നോക്കേണ്ടി വരും. തൂക്കണമെങ്കിൽ ഇപ്പോൾ ജ്വല്ലറിക്ക് പോകേണ്ടി വരും. പിന്നെ ഇനി നാളെ 9:30 ആകുമ്പോഴത്തേനും ഒരു ഉസ്താദും പോലൊക്കെ വന്നിട്ട് കിട്ടൂല. നമുക്ക് ഇന്ന് തന്നെ രാത്രി അതൊന്നാണ്ട് വീതം വെച്ചുകാണ്ട്
എന്താ വെച്ചാൽ ഇപ്പോൾ പൊന്നും ഇതുമാണേ കുറച്ചീച്ച മക്കൾക്ക് മൂന്നാക്കും അതും കൊടുക്കുക. ഉണ്ടാവും ഒന്നാലും പള്ളിക്ക് അതിലേറെ ബാക്കിയേക്കാരം. സാജിക്കൊരോരി, അനക്കൊരോരി, ഷമ്മാസ് അല്ല നവാസിനൊരോരി, ഫൈസലിനൊരോരി, അങ്ങനെ ഇവർക്ക് നിങ്ങൾക്ക് നാലാക്കുള്ളത് ഒരു വിഭാഗം ഞാനണ്ട് വേർതിരിച്ചു. പിന്നെ എന്നാലും ഉണ്ടാവും അതിൽ പള്ളിക്കുള്ളതും അതിനപ്പുറം ഉണ്ടാവും. രണ്ടു കോടി നല്ലേക്കാരം. അതുകൊണ്ടുള്ളത് നമുക്ക് പള്ളിക്കാണ് കൊടുക്കുക. പള്ളിയാണ് ഉഷാറാക്കട്ടെ. 2-3 കോടിയൊക്കെ ആണെങ്കിലും ഇനി കുഴപ്പമില്ല. നിങ്ങൾക്കുള്ള എൻ്റെ പണ്ടത്തുനിന്ന് 4 ആക്കുള്ളതുകൊണ്ട് ഓരി വെച്ച് ഞാൻ തരികയാണ്. ഉമ്മ അത് വേണോ? നിങ്ങൾക്ക് അതൊക്കെ പള്ളിക്ക് കൊടുത്തൂടെ? പൊന്നു മോനെ, എല്ലാം പള്ളിക്ക് കൊണ്ട് നല്ലതൊക്കെ തന്നെ. പക്ഷെ എന്നാലും മക്കളില്ലേ, മക്കൾക്കും കൊടുക്കണ്ടേ? മക്കൾ നമ്മളെ മക്കൾ തന്നെയല്ലേ, നിങ്ങളൊക്കെ തന്നെ അല്ലേ. നിങ്ങൾക്ക് എൻ്റെ ഉമ്മാൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് തരാൻ ഞാൻ മോശമല്ലേ? ഇതൊക്കെ പിന്നെ ഉപ്പാൻ്റെ ആണ് നിൽക്കുക. എൻ്റെ ഉമ്മ അതല്ല ഞാൻ പറഞ്ഞത്. ഏതായാലും കൊടുക്കുമ്പോൾ പള്ളിക്ക് 1-2 കൊടുക്കുക, അതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മോനെ. അങ്ങനെ പാടുണ്ടോ? ഐഷുമ്മയുടെ ആഗ്രഹം അതായിരുന്നു, മക്കൾക്കും ഉള്ള പൊന്നിൽ നിന്ന് അല്പം വീതം വെച്ച് കൊടുക്കണമെന്നുള്ളത്. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായം? എല്ലാം പള്ളിക്ക് വേണ്ടി ചിലവഴിക്കണോ അതോ പകുതി മക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യണോ? നിങ്ങൾ എന്തായാലും അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.